മോർണിംഗ് ആൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈപ്പർബോളിക് ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഹൈപ്പർബോളിക് ഫങ്ഷൻസിൽ നമ്മൾ ആദ്യം സൈൻ എച്ച് എക്സ്, കോസ് എച്ച് എക്സ് എന്ന ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞു. പിന്നീട് അതിൽ നിന്നും ഉണ്ടായി വരുന്ന ബാക്കി 4 ഹൈപ്പർബോളിക് ഫങ്ഷൻസും കൂടി പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന രീതിയിൽ ഇതെങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഞാൻ ഹൈപ്പർബോളിക് ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് ഇത് വരും എന്നുള്ളൊരു കേസ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എൻ ഇക്വേഷൻ കണ്ടെയ്നിങ് ഡെറിവേറ്റീവ്സ് നമുക്കറിയാം. അപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഹയർ ഡെറിവേറ്റീവ്സും ഒക്കെ വരുന്നതിനനുസരിച്ച് ഡെറിവേറ്റീവ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് ഈ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആയിട്ടുള്ള സൈൻ എച്ചും കോസ് എച്ചും ഒക്കെ വരുന്നുണ്ട്. ഏതാണെന്നുള്ളത് നോക്കാം. ലിസൺ. The solution of d square x by dt square minus omega square x equal to 0 is x is equal to x naught cos h omega t plus v naught by omega sin h omega t, where x is equal to x naught and dx by dt equal to v naught when t equal to 0. അപ്പം എന്താ പറയുന്നത്? നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഏതാ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനും സൊല്യൂഷൻ കാണാനും ഒന്നും പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ഇവർ തിയററ്റിക്കലി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്താൽ അത് കിട്ടും. എങ്കിലും സൊല്യൂഷൻ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം നിങ്ങൾ അത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഏതായാലും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x is equal to x naught cos h omega t plus v naught by omega sin h omega t എന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് എക്സ് നോട്ട്, ഒമേഗ, വി നോട്ട്, ഈ 3 ടേംസാണ് നമുക്ക്. ഓക്കെ, ഒമേഗ ടി, വി നോട്ട് ബൈ ഒമേഗ. ഇതിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ആൾ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അതായത് ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ തന്നിരിക്കുന്ന ആളുടെ ടി ഈക്വൽ ടു 0 എന്നുള്ള കേസിൽ വരുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇനി വി നോട്ട് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ അതിന് ടി ഈക്വൽ ടു 0 വരുന്ന വാല്യൂ ആണ്. ഒമേഗ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒമേഗ സ്ക്വയറിൻ്റെ റൂട്ടാണ് ഒമേഗ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒമേഗ സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ബാക്കി ഡി എക്സ് ബൈ ഡി ടി അറ്റ് ഈക്വൽ ടു 0യും എക്സ് അറ്റ് ടി ഈക്വൽ ടു 0യും വാല്യൂ അറിയാമെങ്കിൽ നമുക്കിത് വെച്ച് ഇതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് വേണമെങ്കിൽ തിരിച്ച് പറഞ്ഞു നോക്കാം. ഇത് സൊല്യൂഷൻ ആണ് എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എന്താ തന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് കോസ് എച്ച് ഒമേഗ ടി വി നോട്ട് ബൈ ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്നൊന്ന് കാണാം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു x naught cos h omega t plus v naught by omega sin
എച്ച് ഒമേഗ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ട ഡി സ്ക്വയർ ബൈ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി എക്സ് ബൈ ഡി ടി എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്, ഒരു കോൺസ്റ്റൻ്റ് ആണ്, dx by dt equal to x naught cos h omega t ൻ്റെ ഡെറിവേറ്റീവ് cos h ൻ്റെത് എന്താ? സൈൻ എച്ച് അല്ലേ? സൈൻ എച്ച് ഒമേഗ ടി ഇൻറ്റു സൈൻ എച്ച് ടീൻ്റെതാണെങ്കിൽ കോസ് എച്ച് ടീൻ്റെത് സൈൻ എച്ച് ടി ആണ്. സൈൻ എച്ച് ഒമേഗ ടി ഉള്ളതുകൊണ്ട് ഇൻറ്റു ഒമേഗ പ്ലസ് ഇനി വി നോട്ട് ബൈ ഒമേഗ, അതിൽ വി നോട്ട് ബൈ ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ എച്ച് ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് cos h omega t into omega. P omega cancel ആവും. ബാക്കി എന്താ? which is equal to x naught omega sin h omega t plus v naught cos h omega t. Now, d square x by dt square which is equal to എന്താ? എക്സ് നോട്ട് ഒമേഗ ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അഗെയിൻ എക്സ് നോട്ട് ഒമേഗ സൈൻ എച്ച് ഒമേഗ ടീൻ്റെത് cos h omega t into omega plus v naught cos h omega t-യുടേത് sin h omega t into omega. ഓക്കെ, ഇനി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഒമേഗ സ്ക്വയർ എക്സ് എന്താ? ദറ്റ് ഈസ് ഒമേഗ സ്ക്വയർ എക്സ്. എന്താ വരുന്നത്? എക്സ് നോട്ട് ഒമേഗ സ്ക്വയർ എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഈ എക്സ് എന്നുള്ളത് എന്താ? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ബൈ ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് വി നോട്ട് ഒമേഗ sin h omega t മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. അപ്പം എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി മൈനസ് വീണ്ടും വരും, മൈനസ് ഇൻറ്റു മൈനസ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്
ഒമേഗ സ്ക്വയർ കോമൺ ആണ്, അഗെയിൻ അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇതാണ് ഒമേഗ സ്ക്വയർ V0/omega sin h omega t. ഒമേഗ സ്ക്വയർ ഒമേഗ കട്ടാവും, ബാക്കി ഒമേഗ സ്ക്വയർ എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി, ഇവിടെ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി ഉണ്ട്, അപ്പോൾ ആ ടേം കട്ടായി. V0 ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി, V0 ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി ക്യാൻസലാവും, ഈക്വൽ ടു 0. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് V0/ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും പറയാം. അപ്പോൾ നമുക്കതല്ല, ഏതായാലും നമ്മുടെ തന്നിരിക്കുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനാണ് ഇത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ d²x/dt² ഒരു സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് V0/ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി. എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സിൽ ടി ഈക്വൽ ടു 0 ആ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ടി ഈക്വൽ ടു 0 ആകുമ്പം അതിൻ്റെ വാല്യൂ ആണ്. dx/dt എന്ന് പറയുന്നത് ടി ഈക്വൽ ടു 0 വാല്യൂ ആണ് V0. ഒമേഗ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് മൈനസ് 3f ഈക്വൽ ടു 0, എഫ് ഓഫ് 0 ഈക്വൽ ടു 1 ആൻഡ് എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -2. f of t equal to f double dash minus 3f equal to 0. Okay. f of t equal to f double dash minus 3f, sorry f of t അല്ല, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് f of t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. We have the differential equation ഏതാ, f double dash minus 3f equal to 0. തന്നിരിക്കുന്നത് കണ്ടീഷൻസ് എന്തൊക്കെയാണ് തന്നത്, എഫ് ഓഫ് 0 1ഉം എഫ് ഡാഷ് ഓഫ് 0 -2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, f of 0 equal to 1 and f dash of 0 equal to -1. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം, നമ്മുടെ ഇക്വേഷൻ എഫ് ഡബിൾ ഡാഷ് മൈനസ് 3f ഈക്വൽ ടു 0. നമ്മൾ ഇതിനെങ്ങനെ എഴുതാം, എഫ് ഡബിൾ ഡാഷിന് d²f/d എന്താണോ വാരിയബിൾ, ഇപ്പോൾ തൽക്കാലം ടി ആണ് വേരിയബിൾ എന്ന് വിചാരിക്കാം, എഫ് ഓഫ് ടി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ടി dt² മൈനസ് 3 ഇൻറ്റു എഫ് ഈക്വൽ ടു 0 എന്നാണ്. ഇതിനെ d²x/dt² മൈനസ് 3x ഈക്വൽ ടു 0 എന്നുള്ള ഫംഗ്ഷനുമായിട്ട് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇതിലെന്താ എഫ് എന്നതിന് പകരം ഇവിടെ തന്നിട്ടുള്ളത് എക്സിന് പകരം ഇവിടെ തന്നിട്ടുള്ളത് എഫ് എന്നുള്ള വ്യത്യാസമില്ല, അതായത് ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് ടി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ്റെ ഫോർമാറ്റ് എന്താ, എക്സ് നമ്മളിത് പറഞ്ഞ പോലെ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളവിടെ എക്സ് നോട്ട് എന്നായിരുന്നു എടുത്ത്, വേണമെങ്കിൽ നമുക്കിവിടെ എഫ് നോട്ട് എന്ന് പറയാം. എഫ് നോട്ട് കോസ് എച്ച് ഒമേഗ ടി പ്ലസ് V0/ഒമേഗ സൈൻ എച്ച് ഒമേഗ ടി ആണല്ലോ. അപ്പോൾ ഇവിടെ എഫ് നോട്ട് എന്താ, എഫ് നോട്ട് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് എഫ് അറ്റ് 0, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 ആണ് എഫ് നോട്ട് അല്ലേ. എഫ് നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് 0 ആണ്, അത് 1 ആണ് തന്നിട്ടുണ്ട്. V0 V0 എന്ന് പറയുന്നത് df/dt അറ്റ് t ഈക്വൽ ടു 0 ആണ്. എന്താ വാല്യൂ, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 0 അല്ലേ, എഫ് ഡാഷ് ഓഫ് 0 ആണ്, അതിൻ്റെ വാല്യൂ -1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ് പറഞ്ഞിരുന്നത്.
അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ഈസ് -3. അപ്പോൾ ഒമേഗ എന്താ, സോറി -3 അല്ല +3 തന്നെ. ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു √3 എന്നാണ് നമുക്ക് എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താ, സൊല്യൂഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താ x0 ദാറ്റ് ഈസ് 1 cos h √3t ഒമേഗ ടി പ്ലസ് v0 -1 ആണ് ബൈ ഒമേഗ √3 -1/√3 sin h ഒമേഗ ദാറ്റ് ഈസ് സോറി sin h √3t that is cos h √3t -1/√3 sin h √3t. ഇതാണോ നമ്മുടെ ആൻസർ? cos h √3t സോറി f dash of 0 -2 ആണ് കേട്ടോ, നമ്മൾ എഴുതിയുള്ള തെറ്റിയിട്ടുണ്ട്. f dash of 0 -2 ആണ്, -1 അല്ല. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഇവിടെ മാറും. ഇതാണ് പ്രശ്നം. -2, so here is -2. So our answer is f of t equal to cos h √3t -2/√3 sin h √3t. ഒരു പ്രോബ്ലം കൂടി നോക്കാം. Prove that cos hx has a minimum value of 1 at x equal to 0. അതായത് നമ്മൾ cos hx എന്ന് പറയുന്ന ഫംഗ്ഷന് x equal to 0ൽ മിനിമം വാല്യൂ 1 ഉണ്ട് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ സാധാരണ ഇപ്പോൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പോട്ടെ, വേറെ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് മിനിമം മാക്സിമം ഒക്കെ കാണാൻ നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? അതിന് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? എന്താ ചെയ്യുക? cos hx അല്ല, ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അതിന് മിനിമോ മാക്സിമോ കാണാൻ ആദ്യം അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് കാണും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിലാണ് അതിന് എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, മാക്സിമോ മിനിമോ. അല്ല ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ് തരുന്നത് വെച്ചാൽ നമ്മൾ എൻ പോയിൻറ്റ്സും കൂടി കാണും. ഇവിടെ ഇപ്പോൾ അങ്ങനെ തരാത്ത സ്ഥിതിക്ക് നമ്മൾ ഡെറിവേറ്റീവ് എല്ലായിടത്തും ഡിഫറൻഷ്യബിളും ആണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റും കൂടി എടുക്കും. ഇവിടെ cos hx ഒക്കെ ഡിഫറൻഷ്യബിൾ ആണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ എന്താണ്, നമുക്കിതിന് മാക്സിമോ അല്ലെങ്കിൽ മിനിമോ എക്സിസ്റ്റ് ചെയ്യുക. ഒന്ന് ഇതിൻ്റെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്താൽ n പോയിൻറ്റ്സിൽ. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ആറിൽ ഡിഫൈൻ ചെയ്തുകൊണ്ട് അയാളെ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകൾ, ഇത് cos hxന് എല്ലായിടത്തും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് അപ്പോൾ അവിടെയും നമ്മളത് ഒഴിവാക്കി. ഇനി നമുക്ക് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്, ഈ പോയിന്റുകളാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് വരാൻ ചാൻസ് ഉള്ളത് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്. അപ്പോൾ cos hxൻ്റെ ഡെറിവേറ്റീവ് 0 ആവുന്നത് എവിടെയാണോ അത്തരം പോയിന്റിലാണ് മാക്സിമം ആണെങ്കിലും മിനിമം ആവാനും ഒക്വർ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇനി ആ പോയിന്റിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്നറിയാൻ എന്താ ചാൻസ്? അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യും. സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അവിടെ മിനിമം ആയിരിക്കും, നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ മാക്സിമം ആയിരിക്കും. എങ്കിൽ ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് cos hx ആണ്. അപ്പോൾ cos hx എന്ന് പറയുന്ന ഫംഗ്ഷന് മാക്സിമോ അല്ലെങ്കിൽ മിനിമോ എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, മാക്സിമം എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് cos hxൻ്റെ ഡെറിവേറ്റീവ്, അതായത് d/dx ഓഫ് cos hx 0 ആവുന്ന പോയിൻറ്റ്സിലാണ്. ആരാണ് d/dx ഓഫ് cos hx? ദാറ്റ് ഈസ് sin hx. sin hx 0 ആവുന്നത് എവിടെയാണോ അവിടെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. sin hx ആരാ? e⁻x മൈനസ് e⁻x ഡിവൈഡഡ് ബൈ 2 0 ആവുന്ന പോയിന്റ്. ഇവിടെ 2 എന്തായാലും നമ്മളെ ഡിനോമിനേറ്റർ നോക്കണ്ട. അപ്പോൾ ഇത് ഒരു ഫ്രാക്ഷൻ 0 ആവണമെങ്കിൽ ന്യൂമറേറ്റർ 0 ആവണം. ദാറ്റ് ഈസ് e⁻x മൈനസ് e⁻x 0 ആവുന്ന പോയിന്റ്
ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ആവുന്ന പോയിന്റ്. രണ്ട് സൈഡിലും ഞാൻ ഇ റൈസ് ടു മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ്. സോറി, ഇ റൈസ് ടു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ, ഏത് വേണേലും മൾട്ടിപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, എന്നാൽ തന്നെ പോവാം. ഇ റൈസ് ടു മൈനസ് എക്സ്, ഇത് ഇ റൈസ് ടു 0 1 ആവും, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 2x. ഇ റൈസ് ടു മൈനസ് 2x എന്തോ ഒരു വാല്യൂ ആവട്ടെ, ഇത് 1 ആവണമെങ്കിൽ മൈനസ് 2xൻ്റെ വാല്യൂ എന്ത് വരണം? ഏത് വാല്യൂവിനാണ് നമുക്ക് ഇ റൈസ് ടു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ 1 കിട്ടുക? 0. ഇ റൈസ് ടു 0 ആണ് 1 വരിക, വേറൊരു വാല്യൂവിനും 1 വരില്ല. ദാറ്റ് ഈസ് 2x ഈക്വൽ മൈനസ് 2x ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എക്സ് 0 ആവുമ്പം സൈൻ എച്ച് എക്സ് 0 ആവും. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എച്ച് എക്സ് 0 ആവുന്ന ഒരേ ഒരു പോയിൻ്റേ ഉള്ളൂ, എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്കെന്ത് പറയാം? കോസ് എച്ച് എക്സ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ കോസ് എച്ച് എക്സ് എന്ന് പറയുന്ന ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഓഫ് കോസൈൻ എന്ന് മാക്സിമോ അല്ലെങ്കിൽ മിനിമോ എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? അത് 0ലാണ്, എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ. ഇനി അവിടെ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നോക്കാം. അതിന് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം. ഏതാ? ദാറ്റ് ഈസ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് കോസ് എച്ച് എക്സ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് cos hx. എന്താ? ദാറ്റ് ഈസ് d by dx of cos hx എന്താ? sin hx. ദാറ്റ് ഈസ് again cos hx. അപ്പോൾ cos hx ആണ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് cos hx വരുന്ന cos hx തന്നെയാണ്. അപ്പോൾ ഇത് cos hx at x ഈക്വൽ ടു 0 എന്താ? at x ഈക്വൽ ടു 0 cos hx ഈക്വൽ ടു cos h 0 എന്താ? e raised to 0 plus e raised to minus 0 divided by 2. That is 1 plus 1 by 2. That is 2 by 2 equal to 1. അപ്പോൾ എന്താ വരുന്നത്? d square by dx square of cos hx greater than 0 at x equal to 0 ആണല്ലോ, പോസിറ്റീവ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് cos hx ഹാസ് മിനിമം അറ്റ് x ഈക്വൽ ടു 0. 0 എന്ന് പറയുന്ന പോയിന്റിൽ cos hxന് മിനിമം ആണ് ഉള്ളത് എന്ന് നമുക്ക് ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടും. ഇനി മാത്രമല്ല, നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിലും ഇതാണ് cos hxൻ്റെ ഗ്രാഫ്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രാഫിൽ ഇതിന് കർവിന് മിനിമം വരുന്നത് 1ലാണത്. ഗ്രാഫിക്കലി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സൈൻ hxന് മിനിമം മാക്സിമം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ടാൻ hxന് മിനിമം മാക്സിമം ഒന്നും വരില്ല. അത് ബൗണ്ടഡ് ആയിരിക്കും. -1 1ൻ്റെ ഇടയിൽ ബൗണ്ടഡ് ആയിട്ടാണ് ടാൻ hx വരിക എന്നുള്ളത് പറയാം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.